ആവേശത്തിന് വേണ്ടി ഇത് ചെയ്യുന്നു. ആ പദം പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് അയാൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കൂ. അപ്പോ ആ ആളുകളൊക്കെ അവർക്ക് ഒരുമിച്ചുകൂടി സംഘമായി ചെയ്ത് അള്ളാഹുവിനോട് തൗബ ചെയ്ത് പ്രാർത്ഥിച്ച് സ്വലാത്ത് ചൊല്ലി ഒരു രാവ് അത് ചിലപ്പോ വീട്ടിലോ നാട്ടിലോ ഇരുന്നാൽ ചിലപ്പോ അത് കുറഞ്ഞ നേരം ഇരുന്നിട്ട് പിരിഞ്ഞു പോകുന്ന ആളുകൾക്കൊക്കെ ഒരാവേശം നൽകി അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഒരു സുന്നത്ത് ഒരു മൈതാനത്ത് വെച്ച് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ നടത്തിയാൽ അത് ബിദ്അത്ത് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു സുന്നത്ത് അത് ജനങ്ങൾക്കൊരു ആവേശം ഉണ്ടാക്കാൻ വേണ്ടി അങ്ങനെ ചെയ്താൽ ബിദ്അത്താണെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ എന്ന് ഇങ്ങനെ ഓരോരുത്തരും ചോദിക്കാൻ തുടങ്ങിയാലോ? ഒരാൾ ഒരു മുസ്ലിയാർ നമ്മളെ പള്ളിയിൽ വന്നിട്ട് വെള്ളിയാഴ്ച ബാങ്ക് വിളിച്ചു, ഇമാം മിമ്പറിന്റെ മുകളിൽ കയറിയിരുന്നു, ബാങ്ക് വിളിച്ചാൽ സാധാരണ എല്ലാവരും അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്നുള്ള പ്രാർത്ഥന ചൊല്ലും. അപ്പോ ഇമാം പറയാണ്, ഇനി നിങ്ങളാരും അങ്ങനെ പ്രാർത്ഥിക്കണ്ട, ഞാൻ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് പറഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കും, നിങ്ങൾ എല്ലാവരും ആമീൻ പറഞ്ഞാൽ മതി. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? അതോ ഞാൻ അങ്ങനെ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ഒരു സുന്നത്ത്, ഒരാവേശം എല്ലാവർക്കും ഉണ്ടാകട്ടെ, അത് ചെല്ലാത്തവരുണ്ടാവും ചെല്ലുന്നവരുണ്ടാവും, എല്ലാരും കൂടി ഒന്ന് ആമീൻ പറയട്ടെ, അങ്ങനെ ആവേശമാകട്ടെ പള്ളിയിൽ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അത് ബിദ്അത്താണെന്ന് പറയാൻ നിന്റെ കയ്യിൽ പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് എന്താ അർത്ഥമുള്ളത്? അള്ളാഹുവിന്റെ ദീന് ആവേശം ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തൊക്കെയാണോ ഈ ദീനിൽ പടച്ച തമ്പുരാന്റെ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അനുഷ്ഠിക്കേണ്ടത് അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആ ആവേശം എന്നുള്ള പദം ഒന്ന് ശ്രദ്ധിക്കണം. എന്തിനാ ഞാനത് പറഞ്ഞത് എന്നറിയോ? ഈ വിഷയത്തെ പറ്റി റിസാലയിൽ വന്ന ഒരു ലേഖനം 2004 നവംബർ 12 പുറത്തിറങ്ങിയ റിസാല. ഈ റിസാല വാരികയിൽ കോടമ്പുഴ ബാവ മൗലവി എഴുതിയ ലേഖനം. ആ ലേഖനത്തിൽ പറയാൻ, ചുരുക്കത്തിൽ റമളാനിലുടനീളം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കണം. ഒടുവിലെ 10 പ്രത്യേകിച്ചും ഒറ്റരാവുകളിൽ കൂടുതലായും. എങ്ങനെയാണ് ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ടത്? ആരാധനകൾ കൊണ്ട് ധന്യമാക്കിയാണ് പ്രതീക്ഷിക്കേണ്ടത്. നിസ്കാരം, ദാനധർമ്മം, പ്രാർത്ഥന, തൗബ, ഇഅ്തികാഫ്, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് എന്നിവ കൊണ്ടാണ് ഈ വിശുദ്ധ രാത്രിയെ ധന്യമാക്കേണ്ടത്. ഏകാഗ്ര മനസ്സിന്റെ ഭക്തി താപത്താൽ നിർഗളിക്കുന്ന ചുടുബാഷ്പങ്ങൾ കൊണ്ടാണ് ഖദറിന്റെ രാത്രിയിൽ ലോകരക്ഷിതാവിന്റെ പരിപാടിക്കൽ സങ്കട ഹർജി കുറിക്കേണ്ടത്. എന്തൊക്കെയാ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഇനി എന്ത് ചെയ്യരുത് എന്നാണ്. സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല പ്രാധാന്യം. സമ്മേളനങ്ങൾക്കോ ആൾക്കൂട്ടങ്ങൾക്കോ അല്ല പ്രാധാന്യം. പള്ളിയിലെ ലഭ്യമായ സൗകര്യത്തിൽ ഇരുന്ന് ഇബാദത്ത് ചെയ്യുന്നതിന് പകരം ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. ഖദറിന്റെ രാത്രി സമ്മേളന നഗരികൾ തേടി യാത്ര പോകുന്നത് ഭംഗിയല്ല. അത് നമ്മുടെ പൂർവികരുടെ മാതൃകയ്ക്ക് നിരക്കുന്നതും അല്ല. നേരത്തെ പറഞ്ഞ എന്താ? നമ്മളെ പൂർവികന്മാരെ സ്വീകരിക്കണം അല്ലേ? പൂർവികന്മാരെ സ്വീകരിക്കണം. ആ പൂർവികന്മാരുടെ മാതൃകയ്ക്ക് നിരക്കുന്നതാണോ സലാത്ത് നഗരി? അല്ല എന്ന് ഞാനല്ല പറയുന്നത്, ഏതെങ്കിലും കെ സുന്നിയും അല്ല പറയുന്നത്. മറിച്ച് AP വിഭാഗം സുന്നികളുടെ പ്രസിദ്ധീകരണമായ വിദ്യാർത്ഥി സംഘടനയുടെ പ്രസിദ്ധീകരണമായ റിസാലയിൽ അവരുടെ നേതാവായ കോടമ്പുഴ ബാവ മൗലവി എഴുതുന്നു. തീർന്നില്ല, ഇനിയും നോക്കൂ. ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് മാറ്റാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബാങ്ക് വിളി കേട്ടാൽ എങ്ങനെയാ അതിനുശേഷമുള്ള പ്രാർത്ഥന, അത് ഇസ്ലാം നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സമയത്തിനും ഓരോ സന്ദർഭത്തിനും ഇസ്ലാം നിശ്ചയിച്ച ചില സുന്നത്തുകളുണ്ട്. അത് വിട്ട്, ഇനിയാ ശ്രദ്ധിക്കേണ്ടത്, അത് വിട്ട് ആവേശാധിക്യത്താൽ നാം പുതിയ ആചാരങ്ങൾ സൃഷ്ടിക്കുന്നത് ശരിയല്ല. എന്തിനാണ്? സഖാഫി പറഞ്ഞു, ഒരാവേശത്തിന് വേണ്ടി ചെറുപ്പക്കാരങ്ങനെ ചെയ്താൽ, ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അത് ബിദ്അത്താന്ന് പറയാൻ തെളിവുണ്ടോ? കോടമ്പുഴ ബാവ മൗലവി പറയുന്നു ശരിയല്ല. ആവേശത്തിന് വേണ്ടി അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. അത് സുന്നത്തല്ല, പൂർവികന്മാരുടെ മാതൃകയല്ല, അത് ശരിയല്ല, ഭംഗിയല്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നു. അപ്പൊ ആരാ ഇത് പ്രായോഗിക ജീവിതത്തിൽ സ്വീകരിക്കുന്നത്?
അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീന് അങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് പറയുകയും എന്നാൽ അതിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു. അതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയോ ഇത് മുജാഹിദികൾ പറയുമ്പോ ചിലപ്പോ പറയും, മുജാഹിദികൾ സലാത്തിനെ എതിർക്കുന്നവരാണ്, മുജാഹിദികള് സലാത്തിനോട് സ്നേഹമില്ലാത്തവരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇത് മുജാഹിദികൾ മാത്രം പറയുന്നതല്ല. റഹ്മത്തുള്ള കാസിമി എന്ന് പറയുന്ന നിങ്ങളിൽ പലർക്കും സുപരിചിതനായ പണ്ഡിതൻ ഈ സലാത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. എന്താ ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത്? എല്ലാരും നാവിലും കറാമാത്താണ്. ഈ അടുത്ത ദിവസം ഒരാളൊരു കുട്ടിക്ക് സുഖമില്ല. അപ്പൊ കുട്ടിക്ക് സുഖമില്ലാത്ത ഒരാള് ഒരു സ്ഥലത്ത് എന്നെ കണ്ടു. അപ്പൊ ഇയാൾ പറയാം, ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല. പ്രസവിച്ച അന്ന് മുതലേ ഈ കുട്ടിക്ക് ചെവി കേൾക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. ഒന്നുമില്ല, പല ആളുകളെയും ബന്ധപ്പെട്ടു, എന്നിട്ട് ഈ കുട്ടിക്ക് ചെവി കേട്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാർ പറഞ്ഞു ഈ കുട്ടിക്ക് ഇനി ചെവി കേൾക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ഇയാൾ പിന്നെ എന്നോട് പറയാണ്, ഒരു സദസ്സുണ്ട് ഇപ്പൊ ഈ റമളാൻ മാസത്തിൽ ഒരു സ്ഥലത്ത് ഒരു സദസ്സുണ്ട്, വലിയ കറാമത്തിന്റെ സദസ്സാന്നാണ് കേട്ടത്. അതുകൊണ്ട് അവിടെ പോയ ആ കുട്ടിക്ക് കേൾവി ശക്തി തിരിച്ചു കിട്ടുന്നാണ് എല്ലാവരും ഉറപ്പിച്ച് പറയണത്. ഞാൻ ഏതായാലും അതിന് ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഒരുങ്ങണ്ടെന്ന് പറഞ്ഞില്ല. എന്തുകൊണ്ട്? ഒന്ന്, ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും അയാൾ ഏതായാലും ഒരുങ്ങിയിട്ടുണ്ട്. പിന്നെ രണ്ടാമതായി ഞാനത് പറഞ്ഞാൽ ഇയാൾ എതിർ ഗ്രൂപ്പാണെന്നാണ് വിചാരിക്കുക. സത്യം മനുഷ്യന്മാർ ഉൾക്കൊള്ളൂല. ഇത് വളരെ ചിന്തിക്കണം. ഇങ്ങനെയുള്ള ഈ ഊതി വീർപ്പിച്ച ആർക്കായി കറാമത്ത് കിട്ടിയത്? ആർക്ക് കിട്ടിയത്? ഇതൊക്കെ ഈ കറാമത്തുകളൊക്കെ സത്യത്തിൽ കച്ചവട കറാമത്തുകളാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലെല്ലാവരും ഉണ്ട്. ഇതാരും വിമർശിക്കാൻ വേണ്ടി പറഞ്ഞല്ല, സത്യം സത്യമായത് കൊണ്ട് പറഞ്ഞതാണ്. കറാമത്ത് വളരെ യാഥാർത്ഥ്യമാണ്, ഉള്ളതാണ്. ഏതോ മക്ബറയിൽ 4 വട്ടം പോയി ദുആ ചെയ്ത് പോരുന്നു എന്നാണ് ഇവിടെ മലപ്പുറത്തും കോഴിക്കോട്ടും ഒക്കെ ഉള്ള ചില ഔലിയാക്കന്മാരെ കറാമത്ത്. ഓലിങ്ങനെ ഇടക്കിടക്ക് എവിടെയെങ്കിലും മക്ബറയിൽ പോയി സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരാണ് എന്നതാണ് ഈ കോഴിക്കോട്ടും പരിസരത്തൊക്കെ ഉള്ള ചില കോഴിക്കോട്ടെ ജില്ലയിലുള്ള പല മഹാന്മാരുടെയും മഹാഹോജമാരുടെയും കറാമത്ത്. പറയണ്ട, നിങ്ങൾ പറയിപ്പിക്കേണ്ട, നിങ്ങൾ ഏർപ്പാട് നിങ്ങൾക്ക് നിർത്തുന്ന നല്ലത്. മനുഷ്യന്മാരെ കുരങ്ങാക്കരുത്. ഈ പരിപാടിയൊക്കെ നിർത്തണം. മനുഷ്യന്മാർക്ക് എനിക്ക് കഴിയാത്ത കാര്യം കഴിയൂല എന്ന് പറയണം. എന്തിനായി മനുഷ്യനെ കുരങ്ങൽപ്പിക്കേണ്ട ആവശ്യം? ഇൽമില്ലാത്ത ആളുകൾ, അക്ഷരജ്ഞാനമില്ലാത്ത ആളുകൾ, ഒരു ഏർപ്പാടില്ലാത്ത ആളുകളാണ്ട് ഔലിയാപ്പാവുക. പിറ്റേന്ന് അവന് പിറുപുറു 4 ദിവസം അവൻ്റെ അജ്മീർ പോവുക. 5ാമത്തെ ദിവസം താടിയും വെച്ചിട്ട് പുറുപുറു നടന്നിട്ട് വരിക. അതിന് അലിപ്പറിയോ ബാ അറിയോ ഒന്നും അറിയില്ല. ഈ ജാതി കുറച്ച് കച്ചവട ഔലിയാക്കന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടു കെട്ടേണ്ടതാ. ഇത് തമാശയല്ല പറഞ്ഞത്. ഏത് ഔലിയാണിവൻ? എവിടുത്തെ ഔലിയാണിവൻ? ഇതൊക്കെ ആലിമീങ്ങൾ നല്ല പോലെ ശക്തമായി പറയണം. ആരിതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ കയ്യിൽ ഔലുമില്ല, ശർക്കരയില്ല, ഒന്നുമില്ല. ഇവർ ഔലിയല്ല, ഇവർ ശർക്കര പാപ്പയല്ല, ഇവർ ഔലിയ പാപ്പയല്ല, ഒരു പാപ്പയല്ല. ഇവരോരെ വീട്ടിലെ പാപ്പയാണ്. അവർക്ക് ഇങ്ങനെ വലിയ വലിയ വീട് കയറ്റണം, ലക്ഷക്കണക്കായ ബിസിനസ്സുകൾ നടത്തണം, ഉള്ള വീട് കുത്തിപ്പൊളിച്ചിട്ട് വീട് കയറ്റണം. ഒരു പെണ്ണ് മടിയാതെ വരുമ്പോൾ അടുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം. നാട്ടിലെ കമ്പനിയിൽ മുഴുവനും അവർക്ക് അക്കൗണ്ട് തുടങ്ങണം. ഇതിനുള്ള ഏർപ്പാടാ. എന്നിട്ട് ഇതൊക്കെ വരവ് ചെയ്യാണ്. എല്ലാം വരവ് ചെയ്യുന്നത് സുന്നത്തി ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്കാ. അതാ നമുക്കുള്ള പ്രശ്നം. ഈ ജാതി കുറെ ഔലിയപ്പാപ്പാർ ഇറങ്ങി ഇതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചപ്പോഴാണ് മുജാഹിദ് പ്രസ്ഥാനം ഇറങ്ങി തിരിച്ചത്. അന്ന് എല്ലാരും പറഞ്ഞു മുജാഹിദികൾ സലാത്ത് വിരോധികളാണ്, മുജാഹിദികൾ കറാമത്ത് നിഷേധികളാണ് എന്ന്. മുജാഹിദികൾ കറാമത്തിനെ നിഷേധിച്ചില്ല, മുജാഹിദികൾ സലാത്തിനെ നിഷേധിച്ചില്ല, മുജാഹിദികൾ വിക്റുകൾ പാടില്ലെന്ന് പറഞ്ഞില്ല. മറിച്ച് കറാമത്തുകളും വിക്റുകളും സലാത്തുകളും കച്ചവട ചരക്കാക്കി ഈ ജാതി പാപ്പമാരും ഉപ്പാപ്പമാരും നാട്ടിലിറങ്ങുകയും അവരെ പലരും എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുകയും ചെയ്തപ്പോ മുജാഹിദികൾ പറഞ്ഞു, ഇങ്ങനെ ഒരു കറാമത്ത് ഇസ്ലാം